ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു 2 kg വെയിറ്റ് വരുന്ന റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള കേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് 2 kgയുടെ സ്ക്വയറിൻ്റെ ടിന്നിൽ ഒരു തവണ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളൂ. എന്നിട്ട് അത് 3 ലെയറാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് ഈ കേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 3 kgയുടെ ബോക്സും ബേസിലാണ് നമ്മൾ ഈ കേക്ക് ചെയ്തെടുക്കുന്നത്. 2 kg ആണെങ്കിലും കുറച്ച് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ആൾക്കാരുള്ള ഫംഗ്ഷനാണ്, അപ്പോൾ കുറച്ച് കേക്ക് വലുതായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത്യാവശ്യം വലുതാക്കിയിട്ട് 2 ലെയറാക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത്. സാധാരണ നമ്മൾ 3 ലെയറാണ് ചെയ്യാറ്, 2 ലെയറാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഫില്ലിങ് അത്യാവശ്യം കൊടുത്തിട്ടുണ്ട് കേട്ടോ. മിൽക്ക് മെയ്ഡും അതേപോലെ ബദാമും വൈറ്റ് ചോക്കോ ചിപ്സാണ് കൊടുത്തിട്ടുള്ളത്. 2 ലെയറാണെങ്കിലും അത്യാവശ്യം തിക്കായിട്ടുള്ള 2 ലെയർ തന്നെയാണ് കേട്ടോ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ രണ്ടാമത്തെ ലെയറും ഇതേപോലെ വെച്ചിട്ടുണ്ട്. പിന്നെ സ്പഞ്ച് വാനിലയുടെ സ്പഞ്ചാണ്, വൈറ്റ് ഫോറസ്റ്റ് പോലെ ചെയ്തു എന്നാണ് പറഞ്ഞത്. അത്യാവശ്യം നട്ട്സ് ഇട്ടാൽ മതി എന്നാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു കേക്ക് ഡോൾക്കി ഫങ്ഷൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ എനിക്ക് സത്യം പറഞ്ഞ കസ്റ്റമർ പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആദ്യമായിട്ടാണ് ഈ ഒരു ഫംഗ്ഷനിക്ക് നമ്മൾ കേക്ക് ചെയ്യുന്നത്. ഇപ്പോൾ റംഗോലിയൊക്കെ പോലെയുള്ള ഒരു ഫംഗ്ഷനാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ കേക്കിൻ്റെ ഡിസൈനിൽ നമ്മളോട് അത്യാവശ്യം കളേഴ്സ് ആഡ് ചെയ്തിട്ടാണ് ചെയ്യാൻ പറഞ്ഞത് കേട്ടോ. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫാണ് നമുക്ക് ഈ ഒരു കേക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വൈറ്റ് ക്രീമിൽ കേക്ക് കവർ ചെയ്തിട്ട് ഇതേപോലെ ഒന്നൊരു മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയിം എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ബോർഡർ വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള ഭാഗത്ത് ഇതേപോലെ കളേഴ്സ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു വിപ്പിംഗ് ക്രീമിൽ. അത്യാവശ്യം ഒരു 5 കളറൊക്കെ നമ്മൾ ഇതേപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് റെഡ് ഇതേപോലെ സ്പാച്ചുല വെച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ഐസ് നൈഫ് വെച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്ത കളറ്, അങ്ങനെ അത്യാവശ്യം എല്ലാ കളേഴ്സും ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് നമ്മൾ ഈ ചെയ്ത് വെച്ച കളേഴ്സ് മിക്സ് ചെയ്തിട്ട് വേറെയും കളേഴ്സ് ഉണ്ടാക്കിയിട്ടാണ്. അങ്ങനെ നമ്മൾ ഈ ഒരു കേക്കിൻ്റെ ഡിസൈൻ കസ്റ്റമർക്ക് ടേസ്റ്റ് ആണെങ്കിലും ഡിസൈൻ ആണെങ്കിലും ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫീഡ്ബാക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു കേക്കിൻ്റെ ഡിസൈൻ ഇഷ്ടമായെങ്കിൽ എന്തായാലും മറക്കാതെ ഒരു ഹാർട്ട് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മളെ വീഡിയോസൊക്കെ കാണുന്നവർ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഒരു ഫംഗ്ഷനിക്ക് കേക്ക് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് കറക്റ്റ് അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവർ ഈ കളേഴ്സ് പറഞ്ഞു തന്ന കാരണം ആ ഒരു കളേഴ്സൊക്കെ വെച്ചിട്ട് നമുക്ക് പറ്റുന്ന പോലെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓക്കെ, ബായ്.